ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി മന്തിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലേ. ഞാൻ മുന്നേ ഒരു മന്തി റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് അതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അതിനേക്കാളും ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കുറച്ച് വലിയ പീസ് ചിക്കൻ കേട്ടോ, ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതെടുക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് എടുക്കുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ പീസ് എടുക്കൂലേ, ബിരിയാണി പീസ് ഓവർ വലുതല്ല എന്നാലും വലുപ്പമുള്ള അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസ് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഫുൾ ചിക്കനായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന്. ഇനി കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂണോളം അത്ര കേട്ടോ. ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഞാനിപ്പോൾ 4 കപ്പ് റൈസ്, 1 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് അളവുകളൊക്കെ പറഞ്ഞത്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളത് പൊടിച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസിയാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് അത്രയും 1 കിലോ റൈസിലേക്ക് 1 കിലോ ചിക്കൻ തന്നെ എടുക്കുക കേട്ടോ. അത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതാണ് കണക്ക്. ചിക്കൻ ഇട്ട് കൊടുത്തു, ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിലേക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ 1 ഗ്ലാസ്സൊക്കെ വെള്ളം, പച്ചവെള്ളം കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്, പിന്നെ ചിക്കൻ നമുക്ക് കുക്കായിട്ട് കിട്ടാൻ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു അളവിലല്ലേ ചിക്കൻ ഉള്ളത്. അപ്പോൾ നിങ്ങളിനിപ്പോൾ കുറച്ച് കൂടുതലൊക്കെ റൈസ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വിസിൽ അടിച്ച്, ഇതിപ്പോൾ ഞാൻ 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് അധികം കത്താത്ത അടുപ്പൊക്കെ ആണെങ്കിൽ അതിലിരുന്ന് ചിക്കൻ വെന്ത് പോകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എയറിൽ വെക്കാണ്ടിരിക്കുകയോ ചിക്കൻ വിസിലടിക്കുന്നതിന് മുമ്പ് ഓഫാക്കുകയോ അതൊക്കെ നിങ്ങളെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഓവർ ചിക്കൻ, ഇതിനേക്കാൾ കുറച്ച് കൂടുതലും കൂടെ ചിക്കൻ ഉണ്ടെങ്കിൽ എയറെല്ലാം കളഞ്ഞിട്ടെടുക്കുക. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു അളവിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1 കിലോ അളവിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ കുക്കറും അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലിന് ഓഫാക്കിയിട്ട് എയർ പോയതിന് ശേഷമാണ് കേട്ടോ തുറന്നു നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഒരു മസാല വേണം. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മസാല എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മന്തി എന്ന് വെച്ചാൽ ഒരു അൽഫാം മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, വലിയ തക്കാളി എടുക്കണ്ട, അങ്ങനെ അതും കൂടെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില വേണ്ട കേട്ടോ. ഞാനിപ്പോൾ എടുത്ത് ആ ക്വാണ്ടിറ്റിയിൽ അത്രയും മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കില്ലേ കുറച്ച് മസാല, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കേട്ടോ. ഇതിപ്പോൾ വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ, അതുകൊണ്ടാണ് അതിൽ ഞാൻ പറയാത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമ്മൾ ചിക്കനിലേക്കുള്ള കളറാണ്, ഒരുപാട് കളറൊന്നും കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആ ജാറിലേക്ക് നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ എയറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 1 വിസിലിട്ടിട്ട് എയറെല്ലാം പോയിട്ടുണ്ട്. ചിക്കൻ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ എല്ലുമ്പോൾ നിന്നൊക്കെ വിട്ടു പോകുന്ന രീതിയിലൊന്നും വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, ചിക്കനും ആവശ്യമുണ്ട്. ചിക്കൻ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ അരച്ചെടുത്ത പേസ്റ്റില്ലേ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇതിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് കേട്ടോ.
അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നിങ്ങൾ എന്തായാലും ചിക്കനിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരുപാടില്ല, ഇതിപ്പോൾ എനിക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളതിൽ ചിക്കൻ കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ഞാൻ മസാലാസൊക്കെ നമ്മൾ അരച്ച മസാലകൾ ചിക്കനിലേക്കൊന്ന് പുരട്ടി വെക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ആ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ജാറിൽ മസാല അരച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറന്നു പോകല്ലേ, ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരണേ. ഇനി ചിക്കൻ പീസസിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാകുന്ന നോക്കുമ്പോൾ നേരത്തെ ഈ ഒരു ചിക്കൻ്റെ ഭാഗം നിങ്ങളങ്ങ് റെഡിയാക്കി മസാലയൊക്കെ പെരക്കി വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം കുക്കാക്കിയ ചിക്കനാണല്ലോ. വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റാവും കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ സവാള അങ്ങനത്തെ ഒക്കെ എടുത്തില്ല, അതൊന്നും ഒരുപാട് അങ്ങ് എടുക്കരുത് കേട്ടോ. കാരണം ചെറിയൊരു കോട്ടിങ് മതി. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, ചിക്കനിൽ ഇങ്ങനെ പുരട്ടി പുരണ്ട് നിൽക്കുന്ന ആ ഒരു മസാല മതി നമുക്ക്. ഓവറായിട്ട് ഇങ്ങനെ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ബാക്കി ചെയ്യുമ്പോൾ. ഇതിങ്ങനെ ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി മസാല ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് മാറ്റി വെച്ചോ, ഇതിലേക്ക് എടുക്കണ്ട കേട്ടോ. കൂടുതലായി പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ റൈസിൻ്റെ ഒക്കെ കളറേ അങ്ങ് മാറിപ്പോകും കേട്ടോ. ആ ഒരു കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കളറില്ലേ, ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് മസാല കളറായി പോകും. അപ്പം അങ്ങനെ ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാൻ ഇതാ നമ്മൾ ചിക്കനിലേക്ക് മസാലകളും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മന്തിയാണ്. അപ്പം ഞാൻ മുന്നേ ചിക്കൻ മന്തി, ബീഫ് മന്തി, ഫിഷ് മന്തി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, ചെയ്തവർക്കെല്ലാം അറിയാൻ പറ്റും. നല്ല ഈസി റെസിപ്പിയാണ്, വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, ദം ബിരിയാണി ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി എല്ലാം ഉണ്ട്. ഞാൻ മാക്സിമം പറ്റുന്നതിൻ്റെയൊക്കെ ലിങ്ക് പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ അതൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കമൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഏതാ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനത് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അവസാനം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ വെള്ളമില്ലേ, എനിക്കിത് വറ്റിക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് കറക്റ്റാണ്. പക്ഷെ നിങ്ങൾക്ക്, ഞാനിപ്പോൾ 2 കുക്കറിലാണല്ലോ ചെയ്യുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ആ ഒരുപാട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു കുക്കറിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ 1 ഗ്ലാസ് വെള്ളം വേണം. ചിക്കൻ സ്റ്റോക്ക് 1 ഗ്ലാസ് വേണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ പെരണ്ടതാക്കരുത്. അപ്പം ഞാൻ പറയുന്നത് ഇനിയിപ്പം നമ്മൾ റൈസ് ഒന്ന് കുക്കാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളം വെക്കുക. കറക്റ്റായിട്ട് വെക്കരുത് കേട്ടോ. കുറച്ചധികം നമ്മൾ വേവിച്ച് ഊറ്റി എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കുക. അതിലേക്ക് ഒരു കഷ്ണം 1-2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചേർക്കുന്നതില്ലേ 1 ടീസ്പൂൺ ഓയിൽ, അത് നമ്മൾ ചേർക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. ഓയിൽ ഒട്ടും യൂസ് ചെയ്യേണ്ടെന്നാണെങ്കിൽ ചേർക്കണ്ട, കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളച്ച് വരട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇല്ലേ, നമ്മൾ മന്തി ഉണ്ടാക്കുന്ന വൈറ്റ് റൈസ്, ഗോൾഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് റൈസാണ് എടുത്തിട്ടില്ല. വൈറ്റ് റൈസ് ആണെങ്കിൽ നിങ്ങളൊരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വെള്ളത്തിൽ കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഗോൾഡ് റൈസ് ആണെങ്കിൽ 1 മണിക്കൂറോളം കുതിർത്തി വെച്ചാൽ കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വൈറ്റ് റൈസും 1 മണിക്കൂറോളം കുതിർത്തി വെക്കുക. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് വെന്ത് ഉടഞ്ഞ് പൊട്ടിപ്പോണ്ട ആ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക. ഇനി ഇത് തിളച്ച് വെന്ത് വരട്ടെ. ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. ഒരു 1/4 ഭാഗം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വൈറ്റ് റൈസും കൂടെ അല്ലേ. ഇനിയിപ്പോൾ ആ ഒരു സമയം നമ്മൾ കുക്കറിലേക്ക് ആ ഒരു ചിക്കൻ സ്റ്റോക്കില്ലേ, അത് ഞാൻ ഡിവൈഡ് ചെയ്തു 2 കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ 1 കിലോ റൈസാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ ഒരു കുക്കറിലും 1/2 കിലോ ഒരു കുക്കറിലും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണങ്ങിയ നാരങ്ങല്ലേ, അത് 2 കുക്കറിലേക്കായി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത് നിങ്ങൾക്ക് തികച്ചും അവോയ്ഡ് ചെയ്യാം കേട്ടോ. അവോയ്ഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് വേർഷൻ കാണിച്ചു തരുന്നേ ഉള്ളൂ.
ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അര ബൗൾ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 1/4 ബൗളോളം, 1 കിലോയിലേക്കൊക്കെ നമ്മൾ ഒരു ബൗളോളം ഒഴിച്ചു കൊടുക്കലുണ്ട്. അതൊന്നും ഈ ഒരു മന്തിക്ക് വേണ്ട കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഓയിൽ നമുക്ക് വളരെ കുറച്ച് അല്ലെങ്കിൽ ഒട്ടും ഒഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അര കിലോയിലേക്ക്, ഒരു കുക്കറിൽ അര കിലോനാണ് ചെയ്യുന്നത്, അര കിലോയിലേക്ക് ഒരു മാഗി ക്യൂബ്, അടുത്ത കുക്കറിലേക്കും ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ 1 കിലോ ഒന്നിച്ച് തന്നെ ചെയ്തോ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒരു കുക്കറിലേക്ക് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മന്തിയൊക്കെ വെക്കുന്ന സമയത്ത് 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1 കിലോ പോകില്ല കേട്ടോ, 1/4 കിലോ ആണ് മാക്സിമം പോവുക. അപ്പോൾ അതിന് കണക്കാക്കി നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ 2 കുക്കറിലേക്ക്, 1 കിലോൻ്റെ 2 കുക്കറിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ റൈസെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായത് 1/4 വേവായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൂ പോലെ ആയിട്ടുണ്ടാവില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ എല്ലാം സെറ്റാണ്. ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ആ റൈസ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനേ ഇനി നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഊറ്റിയിട്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുക്കറിലേക്ക് ഞാനതൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താണ് കേട്ടോ. ആ മാഗി ക്യൂബ് ഇട്ടിട്ട് ഒന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും ഐറ്റം മതി കേട്ടോ. വേറെയുള്ള നമ്മൾ സാധാ മന്തിയിലേക്ക് ചേർക്കുന്ന ഐറ്റങ്ങളൊന്നും ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ, ടേസ്റ്റും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അത് 2 കുക്കറിലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ സ്മോക്ക് കൊടുക്കൂലേ, ആ പുകേൻ്റെ മണം, നമ്മൾ കനലോ ചാർക്കോളോ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കൂലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ റൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നീട്, നമ്മൾ മൊത്തത്തിലൊന്ന് ചിക്കനൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ റൈസ് 2 കുക്കറിലേക്കും ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ. എല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതിലേക്കൊന്നും നമ്മൾ ഓയിലോ ഒന്നും ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. കിടിലൻ ടേസ്റ്റുള്ള ഒരു മന്തിയാണത്. ഇതിന് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു മന്തി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു കുക്കറിലേക്ക് ഒരു 3 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത കുക്കറിലേക്കും അതുപോലെ തന്നെ വെച്ച് കൊടുത്തു. പിന്നെ കനൽ അത് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തു. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇനി കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിമിൽ തീ കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾ എയറിൽ അധികം നേരം ഇടരുത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വെന്ത് കുഴഞ്ഞൊക്കെ പോവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കത്തുന്ന അടുപ്പിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, എന്നിട്ട് എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുക. ഒരു വിസിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വിസിൽ നിങ്ങൾക്ക് അടിക്കണം എന്നില്ല. കാരണം ആ ഒരു സ്മോക്കി ഫ്ലേവർക്ക് അതിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇങ്ങനെ വന്നു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഫ്ലേവർക്ക് അതിൽ ഉണ്ടാവും. അല്ല, ഒരു വിസിൽ വരാൻ പോകുന്ന ആ സമയത്ത് അങ്ങ് ഓഫാക്കിയിട്ടാൽ അത്രയും സ്മെല്ല് അതിലേക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവറില്ലേ, അത് ഈ ഒരു സമയത്ത് ഞാൻ കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. അതിന് 2 ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വരാൻ നേരത്തോ അല്ലെങ്കിൽ വന്നു പോയാലോ ഞാൻ ഓഫാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അത്രയും മതി. എന്നിട്ട് എയറെല്ലാം പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കുന്നത്. കാരണം റൈസ് അത്രയല്ലേ ഉള്ളൂ, 1/2 കിലോ റൈസല്ല ഒരു കുക്കറിലുള്ളൂ. അതുകൊണ്ടാണ് റൈസ് കൂടുന്തോറും 1 കിലോ ഒക്കെ വെക്കും തോറും നിങ്ങൾ കുറച്ച് എയർ കളഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഓപ്പൺ ആയിക്കാട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്ന രീതിക്ക്. ഇനിയിപ്പോൾ അതാ നമ്മൾ ചിക്കനില്ലേ അതൊന്നും മുരിപ്പിച്ചെടുക്കണേ. അങ്ങനെ കുക്കാക്കേണ്ട കാര്യം ഓൾറെഡി കുക്കായിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ, ഇത്ര മാത്രം മതി കേട്ടോ, ഒന്ന് മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളെ ചിക്കൻ പീസസ് ഇല്ലേ അത് വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് മുരിപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ആ ഒരു ഭംഗിയുള്ള കളറില്ലേ അങ്ങനെ ആക്കിയെടുക്കുക, ഒന്ന് മുരിപ്പിച്ചെടുക്കുക. ശരിക്കുമില്ലേ ഈ ഒരു നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത മസാല ഈ ഒരു അൽഫാം ടേസ്റ്റുള്ള മസാല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു അൽഫാം ടേസ്റ്റുള്ള മസാലയാണ് നമുക്ക് കിട്ടുക. ആ ഒരു ചിക്കൻ ഒരു വെള്ള കളറിൽ നിൽക്കുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതാ ഇനി അതവിടെ ഇരുന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞ് തട്ടെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ 2 ഭാഗവും
ഇതുപോലെ ഒന്ന് കുക്കായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണം. ഞാൻ പിന്നെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ആക്കി കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ ഇവിടെ 2 ഭാഗം നല്ല മുരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെയാണ് റൈസ് ഇടുന്നത് കേട്ടോ. കുക്കറിൽ നിന്ന് ഇടുന്നത്. റൈസ് അവിടെ എയറെല്ലാം പോയി ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിക്കനൊന്ന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ടേ. അപ്പോൾ ഇതാ ചിക്കൻ പീസസൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല അൽഫാം രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി പീസി റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതിന് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിയോ അല്ലെങ്കിൽ 2 കപ്പ് അരിയോ വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മൾ നോമ്പിന് ഉണ്ടാക്കൂലേ, ഇഫ്താറിൽ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സ്പീരിയൻസ് ആവും. എന്നിട്ട് നിങ്ങൾ ഇതിനുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഈസി ആയിട്ട് അന്ന് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളെ എയറെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. റൈസ് നല്ല പൂ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് റൈസാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. ചിലർ പാനിൽ തന്നെ ആയിരിക്കും, കുറേ അളവൊക്കെ ഉണ്ടാകുമ്പോൾ കുക്കറിൽ വെക്കാതെ പാനിൽ തന്നെ വെക്കുന്നവരുണ്ടാകും ബിരിയാണി പോട്ടിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റൈസ് കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്താൽ മതി. അതായത് വേവിച്ച് ഊറ്റിയിട്ടെടുക്കുന്ന റൈസില്ലേ, അത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ റൈസിൻ്റെ അടിയിൽ നിങ്ങൾ വെള്ളം, നമ്മൾ ആ കുക്കറിലുള്ള വെള്ളമല്ലേ, അത് പാനിൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് റൈസ് വേവിച്ചൂറ്റിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ മുരിയിപ്പിച്ചിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുക. ഒരു സ്മോക്കും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 1/4 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുക. അടിയിൽ എന്തെങ്കിലും തട്ട് വെച്ചിട്ട് ബിരിയാണി പോട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അടച്ചവിടെ വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ അളവൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ 2 രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, റൈസ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ വെള്ളം നമ്മൾ അടിയിലല്ലേ കൊടുത്തിട്ടില്ലേ, അപ്പോൾ റൈസ് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് എന്താ പറയുക, ഒരുപാട് മസാലൻ്റെ കളറോ ഒന്നുമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഈ ഒരു കളറിലേ നമുക്ക് മന്തി കിട്ടുക. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റും ഇതിനുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെയും മാഗി ക്യൂബിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല സോഫ്റ്റ് റൈസാണ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിൽ അതിങ്ങനെ ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്മോക്കി ഫ്ലേവർ നിങ്ങൾക്ക് 2 രീതിയിൽ കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനിലൂടെ ആ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് ആക്കിയാൽ തന്നെ അതിൽ വരും. പക്ഷേ എന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചിക്കനിലേക്കും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ചിക്കൻ്റെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ പാത്രത്തിൽ കനലോ ചാർക്കോളോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ അടച്ച് ഒരു പാനിൽ തന്നെ ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞില്ല, ഒരു 1/4 മണിക്കൂർ വെച്ച് കൊടുക്കുക. അല്ല കുക്കറിൽ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ 5-10 മിനിറ്റും വെക്കണ്ട, ഫ്ലെയിം ഓൺ ആക്കണ്ട, വെറുതെ അവിടെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ വിളമ്പുന്നവരെ അവിടെ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സ്മോക്കി ഫ്ലേവർ എല്ലാത്തിനും കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മളെ മന്തി നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് നല്ല കുക്കായി നല്ല മുരിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഹാർഡല്ല കേട്ടോ, ഇങ്ങനെ ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. റൈസ് അതുപോലെ തന്നെ നല്ല പൂ പോലത്തെ റൈസാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ഫ്ലേവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് ഞാൻ ഓരോ കുക്കറിലേക്ക് ഓരോന്നാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം വെച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവർ ഒന്നുകൂടെ കൂടും. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോ. 1 കിലോ, അതാണ് ഞാൻ പറഞ്ഞത്, 1 കിലോയിലേക്ക് ഞാനിപ്പോൾ 2 മാഗി ക്യൂബ് എല്ലാം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എടുക്കാം, 4 എടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു സമയത്ത് മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പൊന്ന് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. നമ്മൾ ഇടുന്ന ഉപ്പ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നല്ല കിടിലനായിട്ട് നമുക്ക് കിട്ടും. നല്ല ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. റൈസെല്ലാം റെഡി ആകുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ചിക്കൻ ഒന്ന് മുരിപ്പിച്ചെടുത്താലും മതി. പിന്നെ അതിങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അത് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.